ദേവ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുതേ. ഓ ദേവ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുതേ. ദേവാനിൻ മഹിമൈ നമ്മையெல்லாம் പരിശുദ്ധ സ്ഥാനത്തിൽ പാസ്റ്റർ ഷാജൻ ജോർജ് ഓസ്ട്രേലിയയിൽ ശുശ്രൂഷിക്കുന്നു. 2015 ഏപ്രിൽ 25 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഡെലിവറൻസ് ബൈ ഫയർ എന്ന പ്രോഗ്രാമിലേക്ക് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നാം ചിന്തിക്കാൻ വേണ്ടി പോകുന്ന ദൈവത്തിൻ്റെ വചനം, കർത്താവിന് ആവശ്യമുള്ള ഒരു കെട്ടപ്പെട്ട കഴുതയെ രാജകീയമായ പ്രവേശനത്തിന് വേണ്ടി കർത്താവ് അഴിച്ച് അതിൻ്റെ പുറത്ത് വാഹനമേറി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിന് ആവശ്യമുള്ളത് എവിടെ, എങ്ങനെ, ആരൊക്കെ ബന്ധിച്ചാലും ആ ബന്ധിക്കപ്പെട്ടതിനെല്ലാം കർത്താവിൻ്റെ സമയത്ത് നിശ്ചയമായിട്ടും ദൈവം അഴിച്ച് അതിൻ്റെ പുറത്ത് കർത്താവ് വാഹനമേറി. ആരും ഇതുവരെ നടക്കാത്തതുപോലെ ബന്ധിക്കപ്പെട്ട ആ കഴുത യെരൂശലേമിലൂടെ നടന്നു. ഒത്തിരി അടയാളങ്ങൾ, ഒത്തിരി വീര്യപ്രവൃത്തികൾ കണ്ട് ജനം സന്തോഷിക്കത്തക്കവണ്ണം ദൈവം ഇടയാക്കി. ഇന്ന് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ വർഷങ്ങളായിട്ട് ബന്ധനങ്ങളുണ്ടെങ്കിൽ, വർഷങ്ങളായിട്ട് തടസ്സങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ തലമുറ, നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ഭവനം ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവ് ബന്ധനം അഴിക്കുമ്പോൾ നിശ്ചയമായിട്ടും ആരും ഇതുവരെ ചെയ്യാത്തത് നിങ്ങളെ കൊണ്ട് കർത്താവ് ചെയ്യിക്കും. നമുക്കൊരുമിച്ച് ദൈവത്തിലേക്ക് പ്രവേശിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ഇന്ന് നാം ദൈവവചനത്തിൽ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്, യേശുക്രിസ്തു യെരൂശലേമിൽ രാജകീയമായി പ്രവേശിച്ചപ്പോൾ ദൈവം തെരഞ്ഞെടുത്തത് ഒരു കഴുതയെയാണ്. വേണമെങ്കിൽ ഒരു കുതിരയെ യേശുക്രിസ്തുവിന് എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഒട്ടകത്തെ എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ജീവികളെ എടുക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് കർത്താവ് കഴുതയെ തന്നെ തിരഞ്ഞെടുത്തത്? കഴുത എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഉദാഹരണമായിട്ട് ഉപയോഗിക്കുന്നത് ബുദ്ധിയില്ലാത്ത ജീവി. ബുദ്ധിയില്ലാത്തതിനെയാണ് കഴുതയെന്ന് പറയുന്നത്. വഴക്കിടുമ്പോഴൊക്കെ പറയും പോടാ കഴുതയെന്ന്. കാരണം കഴുതയെന്ന് പറഞ്ഞാൽ മണ്ടനാണ്, മടയനാണ്, പറഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകാത്ത ഒരു ജീവി. നല്ല വേലയ്ക്കൊന്നും ഈ കഴുതയെ ഉപയോഗിക്കാറില്ല. കഴുതയെ ചുമട് ചുമക്കാനും വിഴുപ്പലക്കാനും ഒക്കെയാണ് കഴുതയെ എടുക്കുന്നത്, ഉപയോഗിക്കുന്നത്. പഴയ നിയമത്തിൽ കഴുതയെ പ്രവാചകന്മാർ വാഹനമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഒരു പ്രവാചകന്റെ ബിലിയാമിന്റെ വാഹനമായിരുന്നു കഴുത. പലരും കഴുതയെ വാഹനമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പഴയ നിയമത്തിൽ. കോവർ കഴുതയെ രാജകുമാരന്മാർ വാഹനമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു യെരൂശലേമിലേക്ക് പ്രവേശിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു കഴുതയെന്ന് മാത്രമല്ല, ഒരു കെട്ടപ്പെട്ട കഴുതയാണ് യേശുക്രിസ്തു യെരൂശലേമിലേക്ക് പോകുവാൻ തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ടാണ് കഴുതയിലും കെട്ടപ്പെട്ട കഴുതയെ തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ, കഴുതയെ കെട്ടാറില്ല. ഈ കഴുത അതിനുപോലും കൊള്ളാത്തതായതുകൊണ്ടാണ്
അതിനെ കെട്ടിയിട്ടത്. അതുകൊണ്ട് കഴുതകളിലും വെച്ചും ഏറ്റവും മോശമായതിനെ കർത്താവ് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? വേദപുസ്തകം പറയുന്നു, യേശുക്രിസ്തു ശിഷ്യന്മാരെ രണ്ടുപേരെ പറഞ്ഞയച്ചു, നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലണം. അവിടെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയെ കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും. ശിഷ്യന്മാരെ ദൈവമാണ് അയച്ചത്. ഇന്ന് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ലോകത്തിൽ ബന്ധിക്കപ്പെട്ടവനാണെങ്കിലും ഏത് ശക്തിയാൽ ബന്ധിക്കപ്പെട്ടവനാണെങ്കിലും അഴിക്കാൻ കഴിവുള്ളവരെ നിന്റെ അടുക്കൽ അയച്ച് നിന്റെ കെട്ടുകളെ പൊട്ടിച്ച് നിന്നെ സ്വതന്ത്രമാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവേൻ. അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചുകൊണ്ട് വരുവിൻ. അതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവ് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ എന്ന് പറഞ്ഞു. മതി. ആരെങ്കിലും ഇതിനെ അഴിക്കുമ്പോൾ എന്തിനാന്ന് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയണം. അപ്പൊ കർത്താവ് 2 ശിഷ്യന്മാരെ അഴക്കുക. ശിഷ്യന്മാരെ അഴക്കുമ്പോൾ കർത്താവിനറിയാം ഇതിനെ കെട്ടഴിക്കുമ്പോൾ ആരെങ്കിലും ചോദിക്കും എന്തിനാ കെട്ടഴിക്കുന്നതെന്ന്. കെട്ടിക്കിടക്കുന്ന എന്തിനാന്ന് ആരും ഇതുവരെ ചോദിച്ചില്ല. നിന്റെ കെട്ടഴിയാൻ തുടങ്ങുമ്പോൾ ചില ചോദ്യങ്ങൾ ഉണ്ടാകും. പക്ഷെ അതിന്റെ ആൻസർ കർത്താവ് തന്നെ പറഞ്ഞു കൊടുത്തോളും. ഇന്ന് പകലൊരു ദൂതൻ വ്യക്തമായി വിളിച്ചു പറയാം, നീ ബന്ധിക്കപ്പെട്ട് കിടന്നാൽ നിന്നെ ചോദിക്കാൻ, നീ കിടക്കുന്ന അവസ്ഥ എന്താന്ന് ചോദിക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ നിന്നെ കെട്ടഴിയുമ്പോൾ ചോദിക്കാൻ വരും. പക്ഷെ അതിന്റെ മറുപടി കർത്താവ് പറഞ്ഞോളും. കർത്താവ് ഇതിനെ കൊണ്ട അപ്പൊ കർത്താവിന് ആവശ്യമുള്ളതിനെ കർത്താവ് കെട്ടഴിക്കും. കർത്താവിന് നിന്റെ തലമുറയെ ആവശ്യമുണ്ടെങ്കിൽ അത് മദ്യപാനത്തിൽ ബന്ധിക്കപ്പെട്ടാലും, അത് ആഭിചാരത്തിൽ ബന്ധിക്കപ്പെട്ടാലും, അത് രോഗത്താൽ ബന്ധിക്കപ്പെട്ടാലും, അത് തകർച്ചയാൽ ബന്ധിക്കപ്പെട്ടാലും, അത് ലോകമോഹത്താൽ ബന്ധിക്കപ്പെട്ടാലും അതിനെ അഴിക്കാൻ കർത്താവിന് കഴിയും. കർത്താവിന് ആവശ്യമുള്ളതിനെ കർത്താവ് അഴിക്കും. ആര് ബന്ധിച്ചാലും, എത്ര പഴക്കമുള്ള ശക്തികളെ കൊണ്ട് ബന്ധിച്ചാലും, എത്ര പാരമ്പര്യത്തിന്റെ കെട്ടുകളെ കൊണ്ട് കെട്ടിയാലും, ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ വ്യക്തമായി വിളിച്ചു പറയാം, കർത്താവിന് ഉപയോഗിക്കേണ്ട സമയത്ത് അതിനെ ഉപയോഗിച്ചിരിക്കുക. കർത്താവ് കയ്യിലെടുക്കേണ്ട സമയത്ത് അതിനെ കയ്യിലെടുത്തിരിക്കുക. അതിനെ ബന്ധിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആമേൻ. ശ്രദ്ധിച്ചേ, ഈ കഴുതയെ കെട്ടിയതിനെ കാണും. അഴിക്കാൻ നേരത്ത് ആരെങ്കിലും ചോദിച്ചാൽ ഇതിനെ കർത്താവിന് ആവശ്യമുണ്ടെന്ന് പറയണം. അപ്പൊ കർത്താവിന് ആവശ്യമുള്ളതിനേക്കെല്ലാം കർത്താവ് അഴിച്ചെടുക്കും. നിനക്ക് ആരൊക്കെ ബന്ധിച്ചാലും, നിനക്ക് ആരൊക്കെ മന്ത്രവാദം ചെയ്താലും, നിനക്ക് ആരൊക്കെ തടസ്സം നിന്നാലും, നിന്നെ ദൈവത്തിനാണ് ആവശ്യമുള്ളത്. അതിനെ കർത്താവ് അഴിച്ചെടുത്തോളും. ചേർന്ന് സ്തോത്രം പറഞ്ഞാടെ. ഒന്നുകൂടി ദൈവത്തെ സ്തുതിയാടെ. അടുത്ത വാക്യം വായിക്കുമ്പോൾ ആമേൻ, അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, അയക്കപ്പെട്ടവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു. ദൈവം നിന്നെ അഴച്ചാൽ, ദൈവം എന്ത് പറഞ്ഞാൽ നിന്നെ അഴക്കുന്നത് അത് നീ കാണും. ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, യേശുക്രിസ്തു ഇവിടെ ഇരിക്കുമ്പോഴും അപ്പുറത്തെ ഗ്രാമത്തിൽ തനിക്ക് സഞ്ചരിക്കാനുള്ള ഒരു കഴുതയെ കെട്ടിയിരിക്കുന്നത് കർത്താവ് കണ്ടു. ഇനി ഞാൻ വിളിച്ചു പറയാം, കർത്താവിന്റെ സഞ്ചരിക്കാനുള്ള ഒത്തിരി കഴുതകൾ ഈ ദേശത്ത് കെട്ടപ്പെട്ട് കിടക്കുക. അതിനെല്ലാം നീ അഴിക്കാൻ വേണ്ടി പോകാം. അതിനെല്ലാം അഴിക്കുവാൻ ആ ഭവനങ്ങളിലേക്ക്, ആ ദേശത്തേക്ക്, ആ ഭവന വ്യക്തികളിലേക്ക് ദൈവം നിന്നെ എത്തിക്കാൻ വേണ്ടി പോകുക. കർത്താവിന്റെ ആത്മാവ് പറയുന്നു, ചിലതിനെ അഴിച്ചെടുക്കുവാൻ ദൈവം നിന്നെ അധികാരപ്പെടുത്തുക. ഹല്ലേലൂയ. അയക്കപ്പെട്ടവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടു. കഴുതയെ കെട്ടിയിരിക്കുന്നത് കണ്ടു. ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം കണ്ടതിൻ്റെ അടുക്കലേക്ക് ആരും വിളിക്കണ്ട. ദൈവം അഴച്ചോളും. ദൈവം അഴച്ചോളും. നിന്റെ ബന്ധനം അഴിക്കാനുള്ള അഭിഷിക്തന്മാരെ ദൈവം അഴച്ചോളും.
നീ വിളിച്ചുകൊണ്ട് വന്നാൽ ചിലപ്പോൾ അഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷെ ദൈവത്തിൽ നിന്നെ പ്രയോജനപ്പെടുത്താനുള്ള സമയത്ത് അവൻ നിന്റെ കെട്ടുകളെ പൂർണ്ണമായി പൊട്ടിച്ച്, നിന്റെ ബന്ധനങ്ങളെ പൂർണ്ണമായി അഴിച്ച്, നിന്റെ കേടുകളെ മാറ്റി, നിന്റെ കുറവുകളെ പരിഹരിച്ച് നിന്നെ പൂർണ്ണമായി ഉപയോഗിക്കുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും. ഹല്ലേലൂയ. കർത്താവിന് കയറാനുള്ള ഒരു കഴുതയെ പോലും കർത്താവ് മറന്നു കളഞ്ഞില്ല. അതിൻ്റെ കെട്ടഴിച്ച് അതിൻ്റെ പുറത്ത് തന്നെ കർത്താവ് കയറി. ഇന്ന് കർത്താവ് നിങ്ങളുടെ പുറത്ത് വാഹനമേറുവാൻ ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ഹൃദയത്തിനകത്ത് കയറുവാൻ ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അതെങ്ങനെയൊക്കെ ബന്ധിച്ചാലും ആ ബന്ധനങ്ങളെ പൊട്ടിച്ച് നിന്റെ അകത്ത് വാഹനമേറുവാൻ എൻ്റെ കർത്താവ് സർവശക്തനാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് പറഞ്ഞതുപോലെ അവർ കണ്ടു. അടുത്ത വാക്യം, കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടയവർ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഈ കഴുതയെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഇതിന് സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. കെട്ട് വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം, ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ തിന്നാൻ പറ്റത്തുള്ളൂ, അന്വേഷിച്ച് തിന്നാൻ പറ്റത്തില്ല. ദാഹിച്ചാൽ വെള്ളം കൊടുത്താൽ കുടിക്കാൻ പറ്റും. പരിധികൾക്കകത്തായിപ്പോയി. ദൈവം ഉപയോഗിക്കാനുള്ളതിനെ പരിധികളിട്ട് ഒതുക്കി കളഞ്ഞതിനെ, ഒതുക്കപ്പെട്ടതിനെ എന്റെ കർത്താവിന്റെ അവൻ ശിഷ്യന്മാരെ അഴച്ച് അതിന്റെ കെട്ടുകളെ ദൈവം അഴിക്കുക. ഹല്ലേലൂയ. നിന്നെ പരിധിക്കകത്ത് ഒതുക്കാൻ, നിന്നെ വരുതിക്കകത്ത് ഒതുക്കാൻ പിശാച് ചില അതിരുകൾ ഉണ്ടെങ്കിൽ ആ അതിരുകളെ പൊട്ടിച്ച് നിന്നെ സ്വതന്ത്രമാക്കുവാൻ എന്റെ കർത്താവിന് പദ്ധതിയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണം. ഇവിടെ ഈ കഴുതയെ ബന്ധിച്ച് ഒതുക്കിട്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ വന്ന് ആരോടും ചോദിച്ചില്ല, അതിനെ അഴിച്ചു. അഴിച്ചപ്പോൾ അതിൻ്റെ ഉടയവൻ ചോദിക്കുക, ഇതിനെ അഴിക്കുന്ന എന്തിനാ? കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ദൂതൻ പറയാം, കർത്താവിന് ആവശ്യമുള്ളതിനെയാ പിശാച് കെട്ടുന്നേ. കർത്താവിന് ആവശ്യമുള്ളതിനെ പിശാച് കെട്ടിയാലും എങ്ങനെ കെട്ടിയാലും പൂർണ്ണമായി നിന്നെ സ്വതന്ത്രമാക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും. കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. തൽക്ഷണം അതിനെ വിട്ടഴിച്ചു. ആ കെട്ടുകൾ അഴിച്ച് ആ കഴുതയെ തൽക്ഷണം വിട്ടഴിച്ചു. ആ കഴുതയുമായിട്ട് ഈ ശിഷ്യന്മാര് യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ തങ്ങളുടെ വസ്ത്രം കഴുതക്കുട്ടിയുടെ മേലിട്ടു. ഇന്ന് ഞാനൊരു ദൂത് പറയാം. നീ എത്ര വർഷം കെട്ടപ്പെട്ട് കിടന്നാലും നിന്റെ കെട്ട് ദൈവം അഴിക്കുമ്പോൾ നിന്റെ കൂട്ടത്തിലുള്ളവരാരും നടക്കാത്തതുപോലെ നിന്നെ നടത്താൻ, നിന്റെ കൂട്ടത്തിൽ ആരും നടക്കാത്തതുപോലെ നിന്നെ നടത്തുവാൻ എൻ്റെ ദൈവത്തെ കൊണ്ട് കഴിയുക. ആ കെട്ടപ്പെട്ട കഴുതയുടെ പുറത്ത് വസ്ത്രമിട്ടിട്ട് രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശു ആ കഴുതയുടെ പുറത്ത് കയറി. ഹല്ലേലൂയ. ആരും ഇതുവരെ ഈ കഴുതയെ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗശൂന്യമായി കിടക്കുന്ന പ്രയോജനമില്ലാത്ത ഈ കഴുതയെ എൻ്റെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ കർത്താവ് അതിൻ്റെ പുറത്ത് വസ്ത്രമിട്ടിട്ട് കർത്താവ് ഇതിൻ്റെ പുറത്ത് കയറി. ഇന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം നമ്മളെ കെട്ടുകൾ അഴിച്ച് അവൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ നടക്കാത്തതുപോലെ നിങ്ങളെ ദൈവം നടത്തും. എത്ര വർഷം പിശാച് നിന്നെ ബന്ധിച്ചെന്നുള്ളതല്ല, എത്ര വർഷം നീ കർത്താവിന്റെ കൂടെ നടക്കാൻ പോവുക, എത്ര വർഷം നിന്നെ തകർത്തെന്നുള്ളതല്ല, അതിനേക്കാൾ കൂടുതലായിട്ട് കർത്താവിന് നിന്നെ ഉപയോഗിക്കാൻ സാധിക്കും. ചെറു സഹോദരന്മാരാടെ, ഒന്നുകൂടെ ദൈവത്തെ സ്തുതിയാട്ടെ. ആർക്കുമില്ലാത്തൊരു തകർച്ച, ആർക്കുമില്ലാത്തൊരു പരാജയം, ആർക്കുമില്ലാത്ത ബന്ധനം, ആർക്കുമില്ലാത്ത കഷ്ടത
നിനക്കുണ്ടെങ്കിൽ, നിന്റെ തലമുറക്കുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, ആർക്കുമില്ലാത്തതുപോലെ നിന്നെ ദൈവം ഉപയോഗിക്കും. ആരും ഇതുവരെ നടക്കാത്തതുപോലെ നിന്റെ തലമുറ ദൈവം നടത്തുക. ആരും ഇതുവരെ ചിന്തിക്കാത്തതുപോലെ എൻ്റെ കർത്താവ് നിന്നെ കൊണ്ടുപോകും. കർത്താവ് ആ കഴുതയുടെ പുറത്ത് ആമേൻ വസ്ത്രമിട്ടിട്ട് കഴുതയുടെ പുറത്ത് കർത്താവ് കയറി ഇരുന്നപ്പോൾ മുന്നിൽ നടക്കുന്നവർ അവർ പോകുമ്പോൾ അവരുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. ഈ കഴുതയുടെ പുറത്ത് കർത്താവ് കയറി സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ഒലിവുമലയുടെ ഇറക്കത്തിൽ അടുത്തപ്പോൾ ശിഷ്യന്മാരെല്ലാം കണ്ട സകല വീര്യപ്രവർത്തികളെയും കുറിച്ച് സന്തോഷിച്ചു. ഈ കഴുതയുടെ പുറത്ത് കർത്താവ് കയറി സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ വീര്യപ്രവർത്തികൾ അവിടെ സംഭവിക്കാൻ തുടങ്ങി. ഇന്ന് കർത്താവ് നിന്റെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ നീ പോകുന്ന സ്ഥലത്ത് ജനം കാണത്തക്ക നിലയിൽ ചില വീര്യപ്രവർത്തികൾ ഉണ്ടാകും. ഈ കഴുതയുടെ പുറത്ത് കർത്താവ് സഞ്ചരിച്ചപ്പോൾ അവിടെ വീര്യപ്രവർത്തികൾ നടന്നു. അവിടെ നടന്ന വീര്യപ്രവർത്തികൾ കണ്ട ശിഷ്യന്മാർ സന്തോഷിച്ചു. ഞാനൊരു ദൂത് വ്യക്തമായി വിളിച്ചു പറയട്ടെ, ആമേൻ. നീ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ ബന്ധനം അഴിച്ച് നിന്റെ പുറത്ത് കർത്താവ് വാഹനമേറിയാൽ നീ പോകുന്നിടത്ത് വലിയ സന്തോഷമുണ്ടാകും. നീ പോകുന്നിടത്ത് വലിയ വീര്യപ്രവർത്തികൾ നടക്കും. ഹല്ലേലൂയ. അവിടെ നടക്കുന്ന വീര്യപ്രവർത്തികൾ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്താൻ തുടങ്ങി. ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുവരെ നമ്മളെ ചിന്തിക്കാത്തതുപോലെയും ഇതുവരെ നമ്മളെ നിരൂപിക്കാത്തതുപോലെയും എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾ പോകുന്ന യാത്രയിൽ നടത്തുവാൻ ദൈവത്തിന് കഴിയും. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അങ്ങനെ യേശുക്രിസ്തു ഈ കഴുതയുമായിട്ട് യെരുശലേമിൽ പ്രവേശിച്ചു. യെരുശലേമിൽ ഒരു കഴുതയെ കയറ്റാറില്ല. കയറ്റിയാൽ അതിനെ കഴുത്തൊടിച്ച് കൊല്ലണം എന്നാണ് നിയമം. ഈ കഴുതയുമായിട്ട് കർത്താവ് യെരുശലേമിൽ കയറി. കാരണം ഈ കഴുതയെ ദൈവം കെട്ടുകളഴിച്ച് വസ്ത്രമിട്ട് അതിൻ്റെ പുറത്ത് കർത്താവ് കയറിയെങ്കിൽ ആരും ഇതുവരെ കയറാത്ത യെരുശലേമിൽ കർത്താവ് ഇതിനെ കയറ്റി. കാരണം ഇത് കഴുതയുടെ മിടുക്കല്ല, ഈ കഴുതയുടെ പുറത്ത് കർത്താവ് ഉള്ളതുകൊണ്ടാണ്. ഈ കഴുത സഞ്ചരിക്കുമ്പോൾ ഈ കഴുതയുടെ മുമ്പിൽ ജനങ്ങൾ വസ്ത്രങ്ങൾ വിരിച്ചു. ഈ കഴുത വസ്ത്രത്തിന്റെ പുറത്തൂടെ നടക്കുന്നത്. കാർപ്പറ്റ് ഇല്ലാത്തത് കൊണ്ട് അവർ വസ്ത്രങ്ങൾ വിരിച്ചു. വസ്ത്രത്തിന്റെ പുറത്തൂടെ നടക്കുന്ന കാരണം ഇതെല്ലാം കിട്ടുന്നത് കർത്താവ് ഈ കഴുതയുടെ പുറത്ത് കയറിയതുകൊണ്ടാണ്. ഇനി ഞാനൊരു ദൂത് വ്യക്തമായി വിളിച്ചു പറയാം. എന്തെങ്കിലും നിനക്ക് മാന്യത ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ കൂടെ കർത്താവ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. നിന്റെ കൂടെ കർത്താവ് ഉള്ളത് കൊണ്ട്, കർത്താവ് നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് ആർക്കും ലഭിക്കാത്തത് പോലുള്ള മാന്യതകളാ കർത്താവ് നിനക്ക് നൽകി തരുന്നത്. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ കഴുതയുടെ പുറത്ത് കയറി കർത്താവ് യെരുശലേമിൽ കയറി രാജകീയമായ ഒരു പ്രവേശനം. അവിടെ നിൽക്കുന്ന യഹൂദന്മാർക്ക് അവരുടെ അസൂയ തോന്നി. അവർ പറഞ്ഞു, ഈ പുരുഷാരം ആർത്തു വിളിക്കുന്ന കണ്ടില്ലേ? യേശു പറഞ്ഞു, നിങ്ങൾ ആർത്തു വിളിച്ചില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുന്ന സമയം വരികയാണ്. ഇനി ഞാനൊരു ദൂത് വ്യക്തമായി വിളിച്ചു പറയാം. ദൈവത്തിന് ഒരു കഴുതയാണെങ്കിലും അതിന് ഉപയോഗിക്കാൻ സാധിക്കും. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ശക്തിയോടെ സ്തുതിച്ചാട്ടെ. ആരെ ഉപയോഗിക്കാൻ പറ്റും? കർത്താവാന്ന് ഉപയോഗിക്കുന്നത് ഓർത്താൽ മതി. നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾ ദൈവമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ദൈവത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം ഉപയോഗിക്കാൻ പോകുന്നത്. കരങ്ങളെടുത്ത് സ്വത്രം പറഞ്ഞാട്ടെ. ഒരിക്കൽ ബിലിയാമിന്റെ വാഹനമായ കഴുത ദൈവത്തിന്റെ പ്രവാചകനെയും കൊണ്ട് ബാലാക്കിന്റെ അടുക്കൽ കടന്നു പോകുമ്പോൾ ദൈവം അവന് വിരോധമായിട്ട്
പ്രതിയോഗിയായിട്ടൊരു ദൂതനെ അയച്ചു. ബിലിയാം ദൂതനെ കണ്ടില്ല, പക്ഷെ കഴുത ദൂതനെ കണ്ടു. കഴുത വഴിയിൽ നിന്ന് വയലിലേക്ക് മാറി. കഴുതയെ ബിലിയാം അടിച്ചു. കഴുത മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ രണ്ട് വശവും മതിലുള്ള ഒരു ഇടുക്കിൽ ദൂതൻ നിൽക്കുക. കഴുത ദൂതനെ കണ്ടു, ബിലിയാം ദൂതനെ കണ്ടില്ല. കഴുത മതിലോട് ചേർന്ന് ഇത് ഒതുങ്ങി. ബിലിയാമിന്റെ കാല് മതിലിനോട് ചേർന്ന് ഞെങ്ങി. കഴുതയെ പിന്നെയും ബിലിയാം അടിച്ചു. കഴുത മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ദൂതൻ വാളുമായി നിൽക്കുന്നു. കഴുത ബിലിയാമിന്റെ കാലിന്റെ കീഴെ കിടന്നു കളഞ്ഞു. ബിലിയാം പിന്നെയും കഴുതയെ അടിച്ചു. മൂന്നാം പ്രാവശ്യം കഴുതയെ അടിച്ചപ്പോൾ ദൈവം കഴുതയുടെ വാ തുറന്നു. ബിലിയാമിനോട് ദൈവം കഴുതയിലൂടെ സംസാരിച്ചു. ദൈവം ഒരു കഴുതയുടെ വാ തുറന്നപ്പോൾ കഴുത ബിലിയാമിനോട് മനുഷ്യവായായിട്ട് ദൈവം സംസാരിപ്പിച്ചു. ഇന്ന് ദൈവത്തിന് നിന്റെ വാ തുറന്നാൽ ആരും സംസാരിക്കാത്തതുപോലെ നിനക്ക് സംസാരിക്കാൻ സാധിക്കും. പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുക്കത്തക്ക നിലയിൽ കഴുതയുടെ വാ ദൈവം തുറന്നു. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയുന്നത് ദൈവം പ്രവർത്തിക്കുന്നെന്ന് നിങ്ങൾ വിശ്വസിക്കണം. നിന്റെ കഴിവല്ല, നിന്റെ പ്രാപ്തിയല്ല, നിന്റെ എന്തോ പൊസിഷൻ അല്ല, എന്നിൽ ദൈവം സംസാരിക്കുന്നത്. ഒന്നുകൂടെ കർത്താവിനെ സ്തുതിച്ചാടെ. പിന്നെയും നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം മോരിയ ദേശത്ത് യാഗമർപ്പിക്കാൻ പോകുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, നിങ്ങൾ ഈ കഴുതയുമായിട്ട് ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലിനും ചെന്ന് ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം. ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കാൻ പോകുന്ന സമയത്ത് വരെ അബ്രഹാമിന്റെ കൂടെ എന്തുണ്ടായിരുന്നു? ഒരു കഴുതയുണ്ടായിരുന്നു. പക്ഷെ ആ കഴുതയെ അബ്രഹാം മാറ്റി നിർത്തിയിട്ടാണ്, ബാല്യക്കാരെ മാറ്റി നിർത്തിയിട്ടാണ് യാഗമർപ്പിക്കാൻ വേണ്ടി കടന്നുപോയത്. എന്നാൽ യേശുക്രിസ്തു കഴുതയെ മാറ്റിയില്ല, കഴുതയും കൂടെയാണ് യെരുശലേമിൽ കയറിയത്. പഴയ നിയമത്തിൽ അബ്രഹാം മാറ്റി നിർത്തിയെങ്കിൽ, പഴയ നിയമത്തിൽ ബിലിയാം കഴുതയെ അഴിച്ചെങ്കിൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ആ കഴുതയുടെ കെട്ടുകളെ അഴിച്ചിട്ട് അതിൻ്റെ പുറത്ത് വാഹനമേറി ഒരിക്കലും ആരും കയറാത്തതുപോലെ യെരുശലേമിൽ രാജാതിരാജാവായി അവൻ പ്രവേശിക്കാൻ ഇടയായിത്തീർന്നു. എവിടെയെങ്കിലും നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നീ തഴയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവൻ യേശു നിന്നെ തേടി വന്നതാ നിന്നെ തഴയുവാനല്ല, നിന്നെ മാറ്റി നിർത്തുവാനല്ല, നിന്നെ തല്ലുവാനല്ല, നിന്റെ കെട്ടുകളെ അഴിച്ച് നിന്നെ മാന്യനാക്കി മാറ്റുവാനാ യേശു നിന്നെ തേടി വന്നിരിക്കുന്നത്. ക്യാൻസറാന്ന് പറഞ്ഞ് തള്ളിയത് ഇപ്പൊ ഒന്നുമില്ല, ഒരു വേദനയില്ല. ദൈവം പരിപൂർണമായിട്ട് എൻ്റെ കർത്താവ് സൗഖ്യമാക്കി. ഇന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കഴിഞ്ഞ ഞായറാഴ്ച വളരെ ഭാരത്തോടെ ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് ഞാൻ പ്രാർത്ഥന വിഷയം പറഞ്ഞത്, ഈ കുഞ്ഞിൻ്റെ 2 ഓവറിക്കകത്തും വലിയ മുഴയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്കാനിങ് റിപ്പോർട്ട് വരുമ്പോൾ അങ്ങനെ ഉണ്ടാകരുത്, കത്തി വെക്കരുത്. ദൈവം അത്ഭുതകരമായി വിടുവിക്കണം യേശുവിൻ്റെ നാമത്തിൽ. ആ പാരമ്പര്യ ശക്തി ഇവിടെ തുടരുത്. ആ പാരമ്പര്യ കുടിയിരിപ്പ് ഇവിടെ നിന്ന് മാറണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഓവറിക്കകത്തുള്ള മുഴ മാറട്ടെ. ദൈവശക്തി ഇവിടെ തൊടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗാത്മാവെ പവർന്ന വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകൾ സംസാരിക്കും,
സർപ്പങ്ങളെ പിടിച്ചെടുക്കും. മരണകരമായി യാതൊന്ന് കഴിച്ചാൽ ഹാനി വരികയില്ല. രോഗിയുടെ മേൽ കൈവച്ച സൗഖ്യം വരും. ഈ കുഞ്ഞ് സുഖമാകട്ടെ, ഈ കുഞ്ഞ് സുഖമാകട്ടെ. ഓവരയ്ക്കകത്ത് 2 മഴയും ഇപ്പോൾ സുഖമാകട്ടെ. കർത്താവ് സൗഖ്യമാക്കുക. കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുക. ഇനി അതുണ്ടാകത്തില്ല, ഇനി അതുണ്ടാകത്തില്ല, ഇനി അതുണ്ടാകത്തില്ല. നമ്മുടെ ദൈവത്തിൽ അസാധ്യമായത് ഒന്നുമില്ലെന്ന് എൻ്റെ ദൈവം ഒരു കൂടി തെളിയിച്ചു തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ MRI ചെയ്ത് റിസൾട്ടുമായിട്ട് കുഞ്ഞുമായിട്ട് കടന്നു ചെന്നു. ചൊവ്വാഴ്ച ചെന്ന് ഡോക്ടർമാർ പരിശോധിച്ച് കഴിഞ്ഞപ്പം കുഞ്ഞിന് ഭയങ്കര വേദനയായിരുന്നു വയറിന്. ഞാൻ ഡോക്ടറോട് കയറി ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, വേദന കുറവുണ്ടല്ലോ ഇപ്പം, എന്നാലും നാളത്തേക്ക് നമുക്ക് നോക്കാം. ഇന്ന് വൈകിട്ട് നിങ്ങളൊരു സ്കാൻ ചെയ്യണം. MRI ചെയ്തതിനകത്ത് കുഞ്ഞിന് ക്യാൻസർ ആണെന്ന് സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ബ്ലഡ് പരിശോധിക്കണം. ബ്ലഡ് പരിശോധിച്ചിട്ട് കുറവില്ലെങ്കിൽ, അതിനകത്ത് കണ്ടില്ലെങ്കിൽ ബുധനാഴ്ച സർജറി ചെയ്തിട്ട് അത് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു. ഞാനങ്ങ് ഭാരപ്പെട്ട് അല്ലാതെ ഞാൻ അന്നേരം അമ്മയുടെ അടുത്ത് കുഞ്ഞിനെ കൊടുത്ത് ഞാൻ ഇവിടെ ഓടി വന്നപ്പോൾ ഇവിടെ ലീഡേഴ്സ് മീറ്റിംഗ് നടക്കുകയാണ്. സഹോദരന്മാരും പാസ്റ്ററും എല്ലാം ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പാസ്റ്റർ ധൈര്യത്തോടെ പോക്കും, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ക്യാൻസർ ആണെന്ന് പറഞ്ഞ ഡോക്ടർ തന്നെ അവളെ പരിശോധിച്ചിട്ട് പറഞ്ഞു അവൾക്ക് ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിയാട്ടെ. കത്തിവെക്കാൻ ദൈവം സമ്മതിച്ചില്ല. നമ്മുടെ ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ അമാരകമായ രോഗത്തിനകത്ത് നിന്ന് ഈ കുടുംബത്തെ വിടുവിച്ചതിന് സ്തോത്രം. ഇനി ഇവളുടെ ശരീരത്തിൽ അത് ഉണ്ടാകരുത്, അത് അലിഞ്ഞു പോകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഇവൾ ക്രിസ്തുവിന്റെ സാക്ഷിയായിട്ട് ദേശത്ത് ജീവിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ദൈവം അത്ഭുതകരമായിട്ട് നിങ്ങളെ സൗഖ്യമാക്കാൻ വേണ്ടി പോവുകയാണ്. ജീവിതത്തിലെ സകല ബന്ധനങ്ങളെയും കർത്താവ് അഴിച്ച് നിശ്ചയമായിട്ടും ഒരു വിടുതൽ കർത്താവ് നിങ്ങൾക്ക് നൽകി തരും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ പൈശാചികമായ കെട്ടുകൾ എല്ലാം അഴിയട്ടെ. മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങൾ, തലമുറയെ ബന്ധിച്ച് നശിപ്പിക്കുന്ന ദുരാത്മാവിൻ്റെ കെട്ടുകളിൽ നിന്ന് ജനം സ്വതന്ത്രമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബന്ധനങ്ങൾക്ക് പകരമായിട്ട്, യേശുവിൻ്റെ നാമത്തിൽ വെണ്ണീരിന് പകരം അലങ്കാര മാല എന്നതുപോലെ ദൈവത്തിൻ്റെ മഹത്വം ഇവരിൽ വെളിപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ തകർച്ചകളും മാറട്ടെ, രോഗങ്ങൾ പൂർണ്ണമായി മാറട്ടെ. ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലി ആമേൻ ലഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജോലി നഷ്ടപ്പെട്ടതിനോടത്ത് ഭാരപ്പെട്ട് മനങ്കലയങ്ങേർക്ക് യേശുവിൻ്റെ നാമത്തിൽ പുതിയ ജോലികൾ, പുതിയ വഴികൾ ദൈവം തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്ന നന്ദി. എല്ലാ രോഗങ്ങളെയും ഞാൻ സൗഖ്യമാക്കുന്നു. ജനം കെട്ടുകളഴിഞ്ഞ് സ്വതന്ത്രമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ പിതാവേ, ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ധാരാളം സഹായിക്കട്ടെ. അടുത്ത ആഴ്ച ഇതേ ചാനലിൽ ഇതേ സമയം വീണ്ടും കാണും വരെ അത്യുന്നതന്റെ മറവിൽ നമ്മളവൻ മറക്കട്ടെ. ആമേൻ, ആമേൻ. പാസ്റ്റർ ഷാജൻ ജോർജ് ഓസ്ട്രേലിയയിൽ ശുശ്രൂഷിക്കുന്നു. 2015 ഏപ്രിൽ 25 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.